ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. അപ്പം എൻ്റെ വീട്ടിലൊരു ദിവസമാണ് ഞാൻ ഇന്നിടുന്നത്. റെസ്റ്റിലാണ്. അപ്പോൾ ആ റെസ്റ്റ് ഡേ ഒക്കെ എങ്ങനെയാണെന്നുള്ള ആ ഒരു ദിവസത്തിൽ ഉൾപ്പെട്ട ഒരു ദിവസമാണ് ഇടുന്നത് കേട്ടോ. അപ്പം മോനാണ് എൻ്റെ കൂടെ കിടക്കുന്നത്. അവൻ ഇന്നും രാവിലെ ഇതേപോലെ, ഇപ്പം എനിക്ക് വയ്യാത്തതുകൊണ്ട് അവൻ എൻ്റെ കൂടെ കിടത്താറില്ല. അവൻ എൻ്റെ മാമിയുടെ കൂടെയാണ് കേട്ടോ കിടക്കുന്നത്. അപ്പം എന്നും രാവിലെ ആകുമ്പോൾ അവൻ ഇതേപോലെ കയറി ഒരു 5-10 മിനിറ്റ് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കും. ഉറക്കത്തിൽ നിന്നിട്ട് അങ്ങനെ വന്ന് കെട്ടിപ്പിടിച്ച് കിടന്നതാണ്. അങ്ങനെ ഞങ്ങൾ 5 മിനിറ്റൊക്കെ അവിടെ കിടന്നിട്ട് ഇങ്ങനെ എണ്ണീറ്റോട്ട് രാവിലെ നല്ല തകർപ്പം മഴയായിരുന്നു കേട്ടോ. എണീറ്റ് വന്നപ്പം ഞാൻ ഒരു 7:30 ആയി എണ്ണീറ്റ്. അപ്പോൾ ആ 7:30 ടൈമിലത്തെ മഴയാണിത് കേട്ടോ. ഇങ്ങനെ 5 മിനിറ്റ് മഴ പെയ്യും, 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ മഴ അങ്ങ് മാറും. ആ ഒരു എന്താ പറയുക, ഒരു അരമണിക്കൂറൊക്കെ ഇടവിട്ടൊരു മഴ. നമ്മുടെ ഒരു കാര്യം നടക്കില്ലായിരുന്നു. നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ നിൽക്കുമ്പോൾ കൃത്യം മഴ പെയ്യും. അതുകൊണ്ട് ആ മഴ തോരുമ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ടൊരു ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അടുത്ത മഴ. നമ്മളെവിടെയെങ്കിലും കയറി നിൽക്കണം. ടൂ വീലറിൽ പോകുന്നവർക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഈ തുണിയൊക്കെ ഉണക്കിയെടുക്കാം. വീടിന് ചുറ്റും അശയാണ്, ഫുള്ള് തുണിയാണ്. വീട്ടിൽ ഇപ്പോൾ റൂമിലാണെങ്കിലും സിറ്റ് ഔട്ടിലാണെങ്കിലും എല്ലാം ഇങ്ങനെ അശ കെട്ടി തുണി കണ്ട അവസ്ഥയാണ്. തുണിയൊന്നും ഉണങ്ങി കിട്ടുന്നില്ല ഗൈസ്. കുഞ്ഞുങ്ങളുടെയൊക്കെ തുണി ഉള്ളതുകൊണ്ട് ഭയങ്കര പാടാണ് ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഉണക്കിയെടുക്കാനൊക്കെ അല്ലേ. എല്ലാവരും ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണത്. അപ്പം എന്താ പറയുക ഇങ്ങനെ. അപ്പം രാവിലെ ഇനി എൻ്റെ കാര്യങ്ങളിലേക്ക് പോവാണ്. രാവിലെ ഞാനിട്ട് മുടിയിൽ ഓയിലൊക്കെ തേച്ച് സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് ഞാൻ ഇങ്ങനെ രാവിലെ തലയിൽ തേക്കും. തലയിൽ തേച്ച് രാവിലെ കുളിക്കണം. അപ്പം രാവിലെ തലയിൽ തേക്കുകയാണ്. എണ്ണ തലയിൽ തേച്ച് മുടിയൊക്കെ വാരിപ്പിടിച്ച് കെട്ടി വെച്ചിട്ട് വേണം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എനിക്ക് കിടക്കാൻ. നിങ്ങളുടെ അവിടെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ട്. ഇപ്പം ന്യൂസിലൊക്കെ പറയുന്നത് ഇനി 3 ദിവസത്തേക്ക് ഇങ്ങനെ മഴയൊക്കെ ആയിരിക്കും എന്ന് കേട്ടോ. നല്ല സൂപ്പർ മഴയാണ് എന്തായാലും. അപ്പോഴപ്പോഴാ മനുഷ്യനെ വിറപ്പിക്കുന്നതിന് മഴ. ടക്കെന്നും പറഞ്ഞാണ് നിന്ന് പെയ്യുന്നത് കേട്ടോ. ടപ്പെന്നും പറഞ്ഞ് പെയ്യുകയും ചെയ്യും, അതുപോലെ പയ്യെ അങ്ങ് തോരുകയും ചെയ്യും. എന്താ കാലാവസ്ഥയാണല്ലേ. കഴിഞ്ഞിടയ്ക്കത്തെ മഴയ്ക്ക് നമുക്കിവിടെ വെള്ളപ്പൊക്കം കയറി കേട്ടോ. പറമ്പിലൊന്നും കയറിയില്ല, വയൽ നിറഞ്ഞ് കിടന്നു. പറമ്പിലോട്ട് കയറിയില്ല എന്ന് മട്ടി കിടന്നിട്ട് മാറി കേട്ടോ. കഴിഞ്ഞിടയ്ക്ക് നല്ല മഴയല്ലായിരുന്നോ കഴിഞ്ഞ മാസം. ആ ഒരു നല്ലോണം വെള്ളം കയറിയായിരുന്നു ഇപ്പം നമ്മളിവിടെയൊക്കെ. പറമ്പിൽ കയറിയില്ല കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിയിലേക്ക് കിടക്കാം. അപ്പം ഞാനും ആങ്ങളെ നിൽപ്പുണ്ട്. അപ്പം ആങ്ങളയോടാണ് ഈ കാര്യം പറയുന്നത്. എന്തോ മഴയല്ലേ രാവിലെ. എന്തായാലും മഴ പൊളിച്ചു. നല്ല സുഖമുണ്ട്, കിടന്ന് ഉറങ്ങാനൊക്കെ നല്ല സുഖമുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ നടക്കില്ല. എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ടല്ലോ. ഫുൾ പച്ചമയം മുറ്റത്ത്. ഞങ്ങളിവിടെ ചെടിയായിട്ട് കേട്ടോ. ചെടിയായിട്ട് കൂടുതലും ഇങ്ങനെ പൂവുണ്ടാവുന്ന ചെടികളൊന്നുമല്ല കേട്ടോ. ചെടിച്ചട്ടികളിൽ വെച്ചേക്കുന്ന എല്ലാം ഈ ഒരു സൈസ് ഇലച്ചെടികളാണ് ഫുള്ള്. ഞാൻ ഒരു ദിവസം അത് വീഡിയോ ഇടാം കേട്ടോ. ചെടികളുടെയൊക്കെ ഫുള്ള് ഇലച്ചെടികളാണ് കൂടുതൽ നമ്മുടെ വീട്ടിലുള്ളത് കേട്ടോ. ഇങ്ങനെ പൂവായിട്ടൊന്നുമില്ല. 1-2 ചെടികളിൽ ഇങ്ങനെ പൂവുണ്ടാകുന്നത് കേട്ടോ. അങ്ങനെ എൻ്റെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ്. മുഖം ക്ലീൻ ചെയ്യുന്ന വെച്ചാൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത്. ഇനി മുഖമൊക്കെ ഒന്ന് കഴിയണം. ഞാൻ ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഹിമാലയയുടെ ഫേസ് വാഷ് നമ്മുടെ ഈ നിൽക്കുന്ന കാശുമാണ്. ഇപ്പം വലിയ പൈസയൊന്നും വേണ്ട. 15 രൂപയുടെ ചെറിയൊരെണ്ണം വാങ്ങി അതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 15 രൂപയുടെ വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത്. അതാണെങ്കിലും മുഖത്തെ എനിക്ക് ഹിമാലയ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. അങ്ങനെ എൻ്റെ മുഖത്ത് കുരുവൊന്നും ഇല്ലായിരുന്നു. അഥവാ വന്നാലും അതങ്ങ് പെട്ടെന്ന് മാറുകയും ചെയ്യും. മുഖത്തെ ആ ഡാർക്ക്നെസ് ഇല്ലേ, അതങ്ങ് മാറുന്നുണ്ട് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ. അത് സോപ്പ് വരെ ഞാൻ പണ്ടൊക്കെ ഇട്ടിരുന്നത്. ഇപ്പം ഞാൻ ഹിമാലയ ഫേസ് വാഷാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം ചായ കുടിയിലേക്ക് കിടക്കുകയാണ്. പല്ല് തേച്ചാൽ എനിക്ക് ചായ വേണം കേട്ടോ. അപ്പോൾ ചായ കുടിക്കാം. ചായയുടെ കൂടെ എനിക്ക് രാവിലെ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കാര്യം പറയാനായിട്ട് രാവിലത്തെ ആ ഒരു മോർണിംഗ് ടൈമാണ്. അപ്പം ചായയുടെ കൂടെ ക്രീം ബന്നാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. തൊട്ടപ്പുറത്തെ വീടാണ് കേട്ടോ. അത് വല്യച്ഛൻ്റെ വീടാണ്. അപ്പം ചേട്ടൻ്റെ മോളാണത്. അവൾ സ്കൂളിൽ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അവളിപ്പം സ്കൂളിൽ ചേർത്ത് 2 ദിവസമാണ് കേട്ടോ. LKG-കാരിയാണ്. അപ്പം അവൾ സ്കൂളിൽ പോയി ഇങ്ങനെ അവൾ അല്ലെങ്കിൽ എണ്ണിക്കുന്ന ഒരു ഏകദേശം ഒരു 9:30 ആവും. 9:30 അല്ല, 8 മണിയൊക്കെ ആകുമ്പോൾ എണ്ണിച്ചിട്ട് നേഴ്സറി 10 മണിക്ക് പോകുന്ന ആ ടൈമിലൊക്കെ ആ ഒരു സെറ്റപ്പായിരുന്നു. പക്ഷേ അവളിപ്പം രാവിലെ എണ്ണിക്കും കേട്ടോ. രാവിലെ എണ്ണിട്ട് റെഡി ആയിട്ട് അവൾക്ക് ഇപ്പം 8:30 ആകുമ്പോൾ ബസ് വരാം. എണ്ണി റെഡിയായും 6 മണിയാകുമ്പോൾ അവൾ ഉണർത്തുന്നതാണ് അവിടെ പറയുന്നത്. മഴയ്ക്കൊന്നും എന്തായാലും ഒരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് അത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പം ഇനി മക്കളെ പഠിപ്പിക്കുകയാണ്. അവരുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. കുഞ്ഞുങ്ങൾ രാവിലെ
പല്ലൊക്കെ തേച്ച് അവർ കുളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അവരെ പഠിപ്പിക്കുകയാണ് അവർ അപ്പം കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണിത്. അപ്പം അവരെ രണ്ടുപേരും കൂടി ഇരുത്തി പഠിപ്പിക്കുകയാണ്. അവരിപ്പോൾ സ്കൂളിൽ വിടുന്നില്ല. ഇപ്പം ഞങ്ങളിങ്ങ് പത്തനംതിട്ടയിലായതുകൊണ്ട് സ്കൂളിൽ വിടുന്നില്ല. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളെ കാണാൻ. അപ്പം ഇങ്ങനെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്കൂളിലെ വർക്കുകളൊക്കെ ടീച്ചർ ഇങ്ങനെ ഫോണിലിട്ട് തരും കേട്ടോ. അപ്പം ഞാൻ അത് നോക്കിയിട്ട് അവരൊക്കെ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് 1 മാസം വിളിച്ച് ഞാൻ ലീവ് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 1 മാസത്തിൽ കഴിഞ്ഞ് ഇനി തിരുവനന്തപുരത്തേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ 1 മാസം ഞാൻ വിളിച്ച് ലീവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെ ഏട്ടൻ പഠിപ്പിച്ചോളും. അപ്പം അവർ അവിടെ യുദ്ധം നടക്കട്ടെ. എനിക്കിനി രാവിലെ പാലും മുട്ടയും കഴിക്കുന്ന ടൈമായി. ഏകദേശം ഒരു 8-8:30 ആകുമ്പോൾ ഞാൻ പാലും മുട്ടയും കഴിക്കും. താമസിച്ചിട്ട് കുളിക്കത്തില്ല കേട്ടോ. ചൂടുവെള്ളം വെച്ചേക്കതേ ഉള്ളൂ. അപ്പോൾ പിന്നെ പാലും കുടിച്ച് മുട്ടയും കഴിച്ചേക്കാമെന്ന് കരുതി. അങ്ങനെ പാലും മുട്ടയൊക്കെ ആസ്വദിച്ചിരുന്ന് കഴിക്കണം കേട്ടോ. ഞാൻ പാലും മുട്ടയും എന്നും ഈ പാലും മുട്ടയും കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത്തയ്ക്ക ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത്തയ്ക്കൊക്കെ ഒരുമാതിരി എന്തെങ്കിലും മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും ഒടിഞ്ഞ് വീഴുന്ന കൊലകളാകുന്നുണ്ടായിരിക്കാം. കിട്ടുന്ന മൊത്തം പാണ്ടിക്കായാണ് കേട്ടോ. ആ പാണ്ടിക്കായാണ് തിന്നാനും കൊള്ളത്തില്ല. ഒരുമാതിരി അത് വല്ലാണ്ടിരിക്കുകയാണ് എൻ്റെ അകമൊക്കെ. അതുകൊണ്ട് അഴുകി തിന്നാൻ തോന്നുന്നില്ല. അത് തിന്ന് ഞാൻ ഇടയ്ക്ക് ഛർദ്ദിച്ചുകൊണ്ട് ഇപ്പം ഇങ്ങനെ ഏത്തയ്ക്ക വാങ്ങില്ല. ഏത്തയ്ക്ക അമ്മ കഴിഞ്ഞ ദിവസം പോയി തിരക്കിയപ്പോഴും നാടൻ കായില്ല, പാണ്ടിക്കായാണ്. അപ്പം പിന്നെ അമ്മ വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ ഏത്തയ്ക്ക ഇപ്പോൾ കഴിക്കുന്നില്ല ഞാൻ. മുട്ടയും പാലുമാണ് രാവിലെ. മുട്ടയും പാലും കുടിക്കും. പാലും കുടിച്ച് ഒരു മുട്ടയും കഴിക്കുമ്പോഴേക്കും അവൻ രാവിലത്തെ ഒരു ഏറിയ ഫുഡൊക്കെ കഴിയും കേട്ടോ. ഇനി രാവിലത്തെ ഭക്ഷണം കഴിക്കുന്നൊരു 11 മണിയൊക്കെ ആവേ. ഇതൊന്നും ദഹിക്കണ്ടേ. അപ്പോൾ ഇനി മുട്ടയും പാലും ഒക്കെ കുടിച്ചിട്ട് ഇനി കുളിക്കണം. അടുത്ത പരിപാടി അതാണ്. ഇടയ്ക്ക് അണ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഞാൻ അണ്ണനെയാണ് ഈ നോക്കുന്നത്. അണ്ണനെ നോക്കിയാണ് ഈ കാര്യം പറഞ്ഞത് കേട്ടോ. എൻ്റെ മൂത്ത ആങ്ങളെ വീട്ടിലുണ്ട്. അപ്പം പുള്ളിയോടാണ് ഞാൻ ഈ കാര്യമൊക്കെ. അണ്ണൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞു നടക്കണം. ഞാൻ അത് നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ അപ്പനും മക്കളും താർപ്പം പഠിപ്പിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് വഴക്കൊക്കെ കേൾക്കാം. മക്കളെ പഠിപ്പിക്കുന്ന അപ്പനും മക്കളും കൂടി നല്ല യുദ്ധത്തിൽ തന്നെയാണ് കേട്ടോ. അത് ഞാനിരുന്നാലും അങ്ങനെ തന്നെ. അവരോട് പറഞ്ഞിരുന്നല്ല അവരെഴുതുന്നത്. സ്വാഭാവികമായും ആദ്യമൊക്കെ പറഞ്ഞു കൊടുത്താലും പിന്നെ നമുക്ക് ദേഷ്യം വന്നുകൊണ്ടിരിക്കും. നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അവർ പഠിക്കുകയും ചെയ്യും. അതാണ് ഇവരുടെ പ്രശ്നം. അപ്പം ഇന്നത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്തി മേക്കപ്പാണ് കേട്ടോ. ഭയങ്കര മേക്കപ്പാണ്. നോക്കിയിരുന്നു. വേറൊന്നുമില്ല ഗൈസ്. ഒത്തിരി പൗഡറൊക്കെ അങ്ങോട്ടിടും. പുട്ടിയിടാൻ നമ്മൾ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് പൗഡറൊക്കെ മുഖത്തിട്ടിട്ട് ഒരു ബ്ലാക്ക് പൊട്ടേ ഞാൻ തൊടാറുള്ളൂ. ബ്ലാക്ക് പൊട്ടും തൊട്ട് ജസ്റ്റ് കണ്ണൊന്ന് എഴുതും. കൺമഷി വെച്ച് അതുപോലെ പിരികം ജസ്റ്റ് ഒന്ന് ഐബ്രോ വെച്ചൊന്ന് ഇത് ചെയ്ത് കൊടുക്കും. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ്. അല്ലാതെ വലിയ മേക്കപ്പ്. പിന്നെ പുറത്തെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഐലൈനർ വെച്ച് കണ്ണൊന്ന് എഴുതും. പിന്നെ ലൈറ്റ് കളർ ലിപ്സ്റ്റിക്ക് ഒരിക്കലും ഇട്ടിട്ടില്ലെന്നല്ല, ഇട്ടിട്ടുണ്ട്. പ്രോഗ്രാമിനൊക്കെ ഇടാം. അല്ലാതെ ഇട്ടുകൊണ്ടൊന്നും അങ്ങ് പോയിട്ടില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് കണ്ണൊക്കെ ഒന്ന് എഴുതി ജസ്റ്റ് ചെറിയൊരു മേക്കപ്പ്. വീട്ടിലാണെങ്കിലും ചത്ത് കിടന്നാലും ചമന് കിടക്കണമെന്നല്ലേ. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തിരിക്കാം. അങ്ങനെ രാവിലെ കുളിച്ചല്ലേ ഒരു ഐശ്വര്യമൊക്കെ ഇരിക്കട്ടെ നമ്മളെ മുഖത്ത്. അങ്ങനെ കണ്ണൊക്കെ എഴുതി മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഈ ഒരു ടൈമിൽ കുഞ്ഞുങ്ങളൊക്കെ പോകും കേട്ടോ. അവരെ നഴ്സറി കൊണ്ടാക്കാൻ അവർ പോയൊക്കെയാണ്. ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആ ടൈമിലൊക്കെ ഞാൻ കുളിയൊക്കെ ആയിരുന്നു കേട്ടോ. അവർ കൊണ്ടാക്കാൻ ഏട്ടനും ആങ്ങളെയും കൂടി പോയേക്കാണ്. അവർ രണ്ടുപേരുടെയും ഒരുമിച്ച് ബൈക്കിന് കൊണ്ടുവരുവാണ്. എങ്കിലും മഴയൊക്കെ ആയതുകൊണ്ട് രണ്ടുപേരോട് പോയേക്കാണ് കൊണ്ടാക്കാൻ കേട്ടോ. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഞാൻ ഫ്രഷൊക്കെ ആയി. ഇനിയിപ്പം കുറച്ച് നേരം ഒന്ന് കിടക്കും. മുറിവിന് ഓയിൻമെൻറ്റൊക്കെ ഇടണം. അപ്പോൾ ചേച്ചി അത് ഓയിൻമെൻറ്റ് ഇട്ട് വന്നിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഓയിൻമെൻറ്റൊക്കെ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഞാൻ കിടക്കും കേട്ടോ. ഇനി 5-10 മിനിറ്റ് അല്ല, ഞാൻ ഫുൾ ഡേ കിടപ്പാണ്. ഫുൾ റെസ്റ്റാണ്. അപ്പം ഫുൾ ഡേ കിടപ്പാണ്. എൻ്റെ ഡെലിവറി നിർത്തിയതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ്. അപ്പം അത് വയറ് കീറി ചെയ്യുമായിരുന്നു കേട്ടോ. കീ ഹോളല്ല ചെയ്തത്. അങ്ങനെ അതായതുകൊണ്ട് നല്ല റെസ്റ്റ് വേണം ഡോക്ടർ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചെക്കപ്പിന് പോയി. അപ്പോഴും പറഞ്ഞു റെസ്റ്റ് വേണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ 1 മാസം കഴിഞ്ഞാൽ ഇനി തിരുവനന്തപുരത്തോട്ടുള്ളൂ. അങ്ങനെ രാവിലെ
റെഡിയായി ഒരു 10 മിനിറ്റൊക്കെ ഞാൻ കിടന്നു കേട്ടോ. കിടന്നിട്ട് എണീറ്റപ്പം പൊറോട്ടയാണ് ഇന്ന് വാങ്ങിച്ചത്. പൊറോട്ടയും കടലക്കറിയും. പൊറോട്ട കഴിക്കാൻ ഒരു കഥയുണ്ട് ഗൈസ്. വേറൊന്നുമല്ല, 2-3 ദിവസം കൊണ്ട് ഞാനും എൻ്റെ കുട്ടികളും പൊറോട്ട വേണേ എന്ന കരച്ചിലായിരുന്നു. പൊറോട്ട മതി, കറിയൊന്നും വേണ്ട, ചിക്കനും ബീഫും ഒന്നും വേണ്ട, പൊറോട്ട അതിനൊരു കൊതി. അങ്ങനെ എന്ത് ചെയ്ത് അമ്മ രാവിലെ വിഷ്ണുവിനെ വിട്ട് പൊറോട്ട വാങ്ങിപ്പിച്ചിട്ടുണ്ട്. അപ്പം അവരൊക്കെ കഴിച്ചു. ഞാൻ ഈ രാവിലെ ഈ പാലും പഞ്ഞും ബ്രെഡും ഒക്കെ തരുന്നുണ്ട്. എനിക്കൊരു 10-11 മണിയായിട്ട് ഇത് കഴിക്കാനുള്ള വിശപ്പാവത്തുള്ളൂ. അപ്പം ഞാൻ പൊറോട്ടയും കടലക്കറിയും എടുത്ത് കഴിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട ഇഷ്ടമാണ്. അതുപോലെ ഷവർമ്മ ഇഷ്ടമാണ്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഴിമന്തി ഇഷ്ടമാണ്. ബിരിയാണി ഇഷ്ടമാണ്. ഏകദേശം പുറത്തു നിന്നുള്ള ഫുഡൊക്കെ ഇഷ്ടമാണ്. നേരത്തെ ഒന്നും എനിക്കിത് ഇഷ്ടമല്ലായിരുന്നു. ഈ ഷവർമ്മ ഇഷ്ടമല്ലായിരുന്നു. ആദ്യമൊക്കെ ഷവർമ്മ ഇഷ്ടമല്ലായിരുന്നു. കുഴിമന്തി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇതിനൊക്കെ അഡിക്റ്റാക്കിയതിൻ്റെ കെട്ടിയവനാണ് ഗൈസ്. അങ്ങനെ എനിക്ക് സ്ഥിരം വാങ്ങിച്ചത്. ഞാൻ ഇപ്പോൾ അതിൽ നിന്ന് എനിക്കിപ്പോൾ സ്ഥിരമായിട്ടൊന്നുമില്ല. സ്ഥിരമായിട്ടൊന്നുമല്ല കേട്ടോ, വല്ലപ്പോഴുമൊക്കെ വാങ്ങിച്ചു തരാം. അങ്ങനെ തോന്നുമ്പോൾ പറയും, വാങ്ങിത്തരും, കഴിക്കും. അങ്ങനെ ഇപ്പോൾ പൊറോട്ട തിന്നാൻ നല്ല കൊതിയുണ്ടായിരുന്നു. ചിക്കനും ബീഫും ബീഫ് എനിക്ക് തിന്നാൻ പറ്റില്ല കേട്ടോ. ബീഫ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ബീഫ് കറിയാണേലും പെരട്ടാണേലും ഫ്രൈ ആണേലും എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ ബീഫ് തിന്നാൻ പറ്റില്ല. തിന്ന് എനിക്ക് ഭയങ്കര വയറെറിച്ചിലാണ് കേട്ടോ. വയറെറിച്ചെന്ന് വെച്ചാൽ രാവിലെ ഇപ്പം കഴിക്കുവാണെങ്കിൽ ഇപ്പം വൈകിട്ടൊക്കെ ആവുമല്ലോ. വൈകിട്ടൊരു 3-3:30 ആകുമ്പോഴേക്കും എൻ്റെ ദൈവമേ വയറെറിച്ചിലങ്ങോട്ട് തുടങ്ങും. തൈര് കുടിച്ചാൽ ഇടയ്ക്കൊക്കെ തൈര് കുടിച്ചേക്കും കേട്ടോ. കൊതി മൂത്തെടുത്ത് കഴിക്കും, സത്യം പറയാലോ. ബീഫ് കാണുമ്പോൾ കൊതി മൂത്തെടുത്ത് കഴിക്കും. പക്ഷെ പിന്നീട് അനുഭവിക്കുന്ന എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ വൈകിട്ട് പിന്നെ എന്തായാലും എൻ്റെ കെട്ടിന് എന്നെ ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയി ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പോഴാണ് വയസ്സത് മാറുന്നത്. അതുകൊണ്ട് ഇപ്പം ഞാൻ കഴിക്കത്തില്ല കേട്ടോ. എത്ര കൊതിയാണെങ്കിലും ഞാൻ പിടിച്ച് പോകും, കഴിക്കത്തില്ലെന്നല്ല. ഇപ്പം ബീഫ് വീട്ടിൽ വാങ്ങാൻ സമ്മതിക്കാറില്ല. ഇവിടെ ആണെങ്കിലും ഇപ്പം ചിക്കനെ വാങ്ങത്തുള്ളൂ, ബീഫ് വാങ്ങൂല. എനിക്ക് കഴിക്കാൻ പറ്റത്തുകൊണ്ട് വാങ്ങൂല കേട്ടോ. ഇപ്പം അങ്ങനെ ആരും ബീഫ് എൻ്റെ മുമ്പ് വെച്ച് വാങ്ങിച്ച് കഴിക്കാറുമില്ല. കൊതി കിട്ടും എന്തിനാണെന്ന് വെച്ചിട്ടായിരിക്കാം. അപ്പം 2 പൊറോട്ടയും കടലക്കറിയൊക്കെ കഴിച്ചു. കൊള്ളായിരുന്നു കേട്ടോ. എനിക്ക് കടലക്കറിയും പൊറോട്ടയും ഭയങ്കര ഇഷ്ടമാണ്. ആ കോമ്പിനേഷനും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും സാമ്പാറും പൊറോട്ടയൊക്കെ ഇഷ്ടമെങ്കിൽ എനിക്ക് പൊറോട്ടയും കടലക്കറിയായിരുന്നു ഇഷ്ടം. സാമ്പാറും പൊറോട്ട, ചിക്കനും ബീഫൊന്നും കിട്ടില്ല. ചിലർക്ക് സാമ്പാറും പൊറോട്ടയും നല്ല ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കെട്ടിയ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കടലക്കറി ആണെങ്കിൽ ഒന്നും കൂടി ഇഷ്ടമാണ് പൊറോട്ടയുടെ കൂടെ. അപ്പം ഞാൻ ഇതാണ് കഴിച്ചത് കേട്ടോ. രാവിലെ കഴിച്ച് 2 പൊറോട്ടയും ഒരു ശകലം കടലക്കറിയും കൂടിയാണ് കഴിച്ചത്. കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇത് കഴിച്ചിട്ട് കുറേ നേരം ഞാൻ കിടന്നു കേട്ടോ. പൊറോട്ടയൊക്കെ കഴിച്ച് കുറേ നേരം കിടന്നിട്ട് ഒന്നും മേടിയെടുത്തില്ല ഗൈസ്. അത് കഴിഞ്ഞപ്പോൾ ഒരു ആപ്പിൾ തിന്നാൻ തോന്നി. അങ്ങനെ ഞാൻ ഒരു ആപ്പിളും എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ മീഷോയിൽ നിന്ന് ഞാൻ അമ്മയ്ക്കൊരു ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഡെയിലി യൂസിന് വേണ്ടിയാണ് ഒരു ബാഗ്. 190 രൂപ റേറ്റ് ഉള്ളൂ കേട്ടോ. കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഉണ്ട്. നമുക്ക് ഡെയിലി യൂസ് അല്ല, യൂസ് ചെയ്യും. 190 രൂപയ്ക്ക് അതിൻ്റേതായ സാധനം ഉണ്ടത് കേട്ടോ. അപ്പം അത് അതങ്ങനെ വാങ്ങിച്ച് ഓപ്പൺ ചെയ്ത് നോക്കിയാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, യൂസ് എങ്ങനെ കൊള്ളാമോ എന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് നോക്കിയാണ്. അമ്മയ്ക്ക് അതിൻ്റെ ആ വള്ളിയിൽ അമ്മയ്ക്ക് വെള്ളം വെച്ചുകൊണ്ട് പോകാനാണെങ്കിൽ ആ വള്ളി പേടിയായിരുന്നു പൊട്ടിപ്പോകുന്നത്. ഇന്നമ്മ ബാഗാണ് കൊണ്ടുപോയത് കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അമ്മ ഇന്ന് ആ ബാഗ് കൊണ്ടാണ് പോയേക്കുന്നത്. ഇഷ്ടപ്പെട്ട അമ്മയ്ക്ക്. പക്ഷേ വെള്ളം വെച്ച് അമ്മയ്ക്ക് പേടി പൊട്ടിപ്പോകുന്നു. ഞാൻ പറഞ്ഞ അമ്മ വെള്ളം വെച്ചുകൊണ്ട് പോകും. കാരണം അമ്മ ഇവിടുന്ന് ബൈക്കിന് കയറ്റി അമ്മയുടെ ജോലി സ്ഥലത്ത് കൊണ്ടിറക്കും. അവിടുന്ന് ബൈക്കിന് കയറ്റി അമ്മ തിരിച്ച് ഇവിടെ കൊണ്ടിറക്കും. അല്ലാതെ അമ്മ ബസ്സിനൊന്നും കയറിയല്ല പോകുന്നത്. അപ്പോൾ പിന്നെ തൂക്കിയിടേണ്ട ആവശ്യം വരുന്നില്ല. എന്തായാലും നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബാഗായിരുന്നു. ഈ ബാഗാണ് രണ്ടൊക്കെ ഒരേ ഇതേപോലെയാണ്. റേറ്റ് വ്യത്യാസമുണ്ട്. 190 രൂപയ്ക്ക് പറ്റിയ സാധനം തന്നെ അത്. കുഴപ്പമില്ല, യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ചോറ് കഴിച്ചു. അങ്ങനെ മീഷോയിൽ നിന്ന് നമ്മൾ രണ്ടാമത് ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വന്നു കേട്ടോ. അത് നമ്മുടെ ഈ സിങ്കില്ലേ, അടുക്കള സിങ്കിൽ വെക്കുന്ന ഒരു അരിപ്പയാണത് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ അമ്മ ഈ നമ്മുടെ ചായ ഇരിക്കുന്ന അരിപ്പിൻ്റെ 2 ഭാഗവും വെട്ടി മാറ്റിയിട്ട് അത് വെച്ചിരിക്കുന്നു. അത് യൂസബിളും അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ കിടന്ന് അലച്ചു. ഈ സാധനം ഇത് ഓർഡർ വാങ്ങിച്ചു തരാൻ എനിക്ക് ആരും ഇല്ല എന്നും പറഞ്ഞ് അമ്മ കിടന്ന് അലച്ചപ്പോൾ പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണിത്. ഇത് നല്ല സാധനമാണ്. നമ്മൾ തേയിലക്കൊത്ത് പോലും അരിഞ്ഞു പൊക്കോളും.
അതുപോലത്തെ നല്ലൊരു ഐറ്റമാണിത്. അതങ്ങനെ ഞാൻ കൊണ്ട് വെച്ചൊക്കെ നോക്കിയാണ്, നല്ലതാണ്, നന്നായിട്ട് യൂസബിളാണ് കേട്ടോ. 89 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. മീഷോയിലുണ്ട്, ഫ്ലിപ്കാർട്ടിലും കൊണ്ട്. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്, നല്ല സാധനമാണ്. പിന്നെ കുറേ കഴിഞ്ഞ് നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് എന്താ പറയുക, ഞങ്ങൾ ചായയൊക്കെ ഇട്ട് കുടിച്ചു. ഞങ്ങളെല്ലാവരും കൂടി, എനിക്ക് ഏട്ടനാണ് കേട്ടോ ചായ ഇട്ടത്. ഞാൻ ഇപ്പോൾ അടുക്കളയിൽ അങ്ങനെ കയറുന്നില്ല, റെസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ അടുക്കളയിൽ ഒരു ജോലി ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. ഏട്ടനാണ് എനിക്ക് ചായ ഇട്ടത്. ഞാൻ ചായ കുടിച്ച്, ഞാനും മക്കളും ഏട്ടനും അണ്ണനും എല്ലാം ചായ കുടിച്ചു. എന്നിട്ട് അണ്ണൻ പോയി കേട്ടോ. അണ്ണൻ പോയി അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മയെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴേക്കും അടുത്ത ചായയായി. അങ്ങനെ ആ രണ്ടാമതും ചേച്ചി വന്ന ചായ ഇട്ടു. ചേച്ചി വന്ന ചായ ഞങ്ങളെല്ലാവരും അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അമ്മയ്ക്ക് നല്ല സർപ്രൈസായിട്ട് അമ്മയുടെ ബാഗ് കൊണ്ട് കൊടുത്തത്. ആ ബാഗ് കൊണ്ട് കൊടുത്തപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഇവിടെ സർപ്രൈസായിട്ടാണ് ഓർഡർ കൊടുത്തത്. അമ്മയോട് ഞാൻ പറഞ്ഞില്ല ബാഗ് ഒന്നും. അമ്മ വന്നപ്പോഴേ ചോദിച്ചെങ്കിലും ബാഗ് ഒന്നും കാര്യം പറഞ്ഞില്ല. അങ്ങനെ ബാഗ് കൊണ്ട് കൊടുത്തപ്പോൾ അമ്മേൻ്റെ അടുത്തേക്ക് എൻ്റെ ചുരിദാർ എടുത്തുകൊണ്ട്, അമ്മയ്ക്കൊരു ചുരിദാർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ പറയാം ചുരിദാർ എടുത്തുകൊണ്ട് വരാൻ. ചുരിദാർ എടുത്തുകൊണ്ട് ഞാൻ അമ്മയോട് അവസാനം ഞാൻ അമ്മയോട് സത്യമുണ്ടോ, നമ്മൾ ചുരിദാർ വന്നില്ല, നാളെ പറ്റി നല്ല വരത്തുള്ളൂ, കാരണം ഇതെല്ലാം ഒരുമിച്ച് ഓർഡർ ചെയ്തപ്പോൾ അമ്മയുടെ വിചാരം അതും കൂടെ വരുമെന്നാണ്. അങ്ങനെ ചുരിദാർ വന്നില്ല, അമ്മ ബാഗ് മാത്രമേ വന്നുള്ളൂ. പിന്നെ അമ്മ ബാഗൊക്കെ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുത്തു. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ വള്ളി പൊട്ടിപ്പോവും എന്നാണ് അമ്മ പറയുന്നത്, വെള്ളമൊക്കെ വെച്ചിടുമ്പം. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെ പെട്ടെന്ന് പൊട്ടില്ല, യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ബാഗ്. 190 രൂപയുടെ ബാഗ്, അതിനൊത്ത ബാഗ് ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നീട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, കാര്യമൊക്കെ പറഞ്ഞ് ബാഗിനെ പറ്റി അമ്മയുടെ അഭിപ്രായമൊക്കെ ചോദിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരോടും ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് എന്താ പറയുക, അതിൽ 2 വലിയ ഉറയില്ല കേട്ടോ. 2 വലിയ ഉറയുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിയിലാണെങ്കിലും സിബില്ലെങ്കിലും ഫ്രണ്ടിലും ബാക്കിലും വേറെ 2 ഉറയും കൂടിയാണ്. ടോട്ടൽ 4 ഉറയുണ്ട്. 2 ബാക്ക് സിബ്, ഇതിന് 2 ഇതുള്ളൂ. ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് കഞ്ഞി കുടിച്ച്. കഞ്ഞിക്ക് വൻപയറും ചമ്മന്തിയും പപ്പടമായിരുന്നു. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ഞങ്ങളെല്ലാവരും ഇങ്ങനെ നത്തളം കഴിയുന്നു. കഞ്ഞിയൊക്കെ കുടിച്ച് പോയി കിടന്നുറങ്ങി. താങ്ക് യു ഗൈസ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണേ, സപ്പോർട്ട് ചെയ്യണം.